ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹിന്ദി ഷോർട്ട് ഫിലിം ആണ്. ഈ ഫിലിമിന്റെ പേര് എ വുമൻ ആൻഡ് എ മാൻ. ഈ സിനിമ ഇഷ്ടപ്പെടുന്നവര് വീഡിയോയ്ക്ക് ലൈക്കും കൊടുത്ത് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവന്റെ സൈക്കിളും എടുത്തുകൊണ്ട് പാൽ പാക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിലേക്കും പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു വീട്ടില് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കാണുന്നു. ആ പെണ്ണ് അവളുടെ ബാൽക്കണിയിൽ നിന്ന് അവളുടെ തുണികളൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ പെണ്ണിനെ തന്നെ ഇവൻ നോക്കി കുറെ നേരം നിൽക്കുന്നു. അവള് ബാൽക്കണിയിൽ നിന്ന് ഒരു ബാഗ് താഴോട്ട് ഇറക്കി കൊടുക്കുന്നു. ഇവനും അതിന്റെ അകത്ത് പാല് വെച്ച് ആ ബാഗ് അവൾക്ക് തിരിച്ചു മേളിലേക്ക് കൊടുക്കുന്നു. ഈ പെണ്ണിന്റെ പേരാണ് ചാന്ദിനി. അന്നത്തെ ദിവസം ഇവന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുന്നു. അവന്മാർക്ക് ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് ഫോണിൽ ഓരോ സിനിമകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവന്മാരുടെ പണി. അവന്മാര് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ചാന്ദിനിയുടെ കാര്യം പറയുന്നു. ചാന്ദിനിനെ കാണാൻ എന്തൊരു ഭംഗിയാ, അവളോട് മിണ്ടാനെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ എന്നൊക്കെ ഇവന്മാര് പറയുന്നു. എന്നിട്ട് നീ എന്നും അവളുടെ വീട്ടില് പാൽ പാക്കറ്റ് കൊടുക്കാൻ പോകുന്നില്ലേ, അപ്പൊ നീ ഇതൊന്നും നോട്ട് ചെയ്തിട്ടില്ലേ, അവളോട് നീ സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അവന്മാരെ ഫോണിൽ 18+ കണ്ടന്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഇവൻ അതൊന്നും കാണാതെ അവിടെ നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നിനക്കെന്താ, നിനക്ക് വീട്ടിൽ ചെന്ന വൈഫുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ കണ്ടോണ്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അവന്മാര് പറഞ്ഞ് ഇവനെ കളിയാക്കുന്നു. എന്നിട്ട് ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവന്റെ വൈഫിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അന്ന് അവര് റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് അവൻ ഉറങ്ങുന്നു. രാവിലെ എണീറ്റ് അവൻ അവന്റെ പണിക്കായിട്ട് പോകുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ചാന്ദിനിയുടെ വീട്ടിൽ പാല് കൊടുക്കാൻ ചെന്ന ചാന്ദിനി ബാൽക്കണിയിൽ നിന്ന് ഇവന്റെ അടുത്തുനിന്ന് പാല് വാങ്ങിക്കുന്നു. ഇവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് ഇവള് സ്ലൈറ്റ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മൈല് കൊടുത്തിട്ട് ഇവള് അകത്തേക്ക് പോകുന്നു. ഇത് കണ്ടപ്പോഴത്തേന് ഇവന് ഭയങ്കര സന്തോഷമാകുന്നു. അന്നത്തെ ദിവസം മുഴുവനും ചാന്ദിനി ഇവന്റെ നേരെ നോക്കി സ്മൈൽ ചെയ്തത് ഓർത്ത് ആ ദിവസം മുഴുവനും ഇവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ദിവസം ഇവന്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ ചെന്നപ്പോ അവന്മാര് അതുപോലെ തന്നെ 18+ കണ്ടന്റ് ഒക്കെ കണ്ട് ഇരിക്കുന്നു. അന്നേരം ഇവനോട് ഇന്നും നീ ചാന്ദിനിനെ കണ്ടില്ലേ, ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ കാണാനുള്ള ചാൻസും കിട്ടുന്നില്ല, എപ്പോഴും അവള് വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്, അവളുടെ ഡ്രസ്സിങ്ങും അവളുടെ ഹെയർ സ്റ്റൈലും അവളുടെ ബോഡിയും ഒക്കെ എന്തൊരു സ്റ്റൈലാ എന്നൊക്കെ ഇവന്മാരിങ്ങനെ പറയുന്നു. എന്നിട്ട് അവളുടെ ഹസ്ബൻഡും ഇല്ല, അവളും നമ്മളെ പോലെ തന്നെ ഇങ്ങനെയൊക്കെ കണ്ടോണ്ടിരിക്കുവായിരിക്കും, അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഫോറിനിൽ പോയിട്ട് എത്ര കൊല്ലമായി, ഇനി എന്ന് വരുന്നൊന്നും ആർക്കും തന്നെ പിടിയില്ല, അവളും ഇങ്ങനെയൊക്കെ നടക്കുവാന്നാണ് എല്ലാരും പറയുന്നത്, അതുകൊണ്ട് നീ അവളെ ഒന്ന് ട്രൈ ചെയ്യാലോ, ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ചാൻസ് കിട്ടുന്നില്ല, നീ ആണെങ്കിൽ എന്നും അവളെ മീറ്റ് ചെയ്യുന്നില്ലേ, അപ്പൊ നീ പയ്യെ അവളോടൊന്ന് സംസാരിച്ചു നോക്ക് എന്നൊക്കെ ഇവനോട് പറയുന്നു. അവന്മാര് പറഞ്ഞ ഇതൊക്കെ ഇവന് കേട്ടപ്പോ ഇവന്റെ ഉള്ളിൽ തന്നെ ഒരാഗ്രഹം വരുന്നു. ചാന്ദിനിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇവൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവന്റെ വൈഫിനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലാതെ ആകുന്നു. അവള് കുറച്ചുകൂടെ ചോറ് തരട്ടെ, കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ എന്നൊക്കെ ഇവനോട് ചോദിച്ചപ്പോ അവന് ദേഷ്യം വരുന്നു. എന്നിട്ട് ആവശ്യമില്ലാതെ അവക്കിട്ട് 2 അടിയും വെച്ച് കൊടുത്തിട്ട് അന്ന് രാത്രി ഇവൻ കിടന്നുറങ്ങുന്നു. എന്നിട്ട് മോർണിംഗ് ഏറ്റ് പാൽ പാക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ചെല്ലുന്നു. അന്നേരം ചാന്ദിനിയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ബാൽക്കണിയിൽ നിൽക്കുവാണ്. ഇവനെ കണ്ട ഉടനെ അവള് വേഗം കയറി ചെന്ന് ഒരു ചെറിയൊരു ഡ്രസ്സും എടുത്തിട്ടിട്ട് വന്ന് ഇവന്റെ അടുത്തുനിന്ന് പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാഗ് കൊടുക്കുന്നു. ആ ബാഗിന്റെ അകത്ത് ആ പാലിനുള്ള പൈസയും കൂടെ വെച്ചിട്ടാണ് അവള് താഴോട്ട് കൊടുക്കുന്നത്. ഇവൻ ആ ബാഗിന്റെ അകത്തേക്ക് പാല് വെച്ച് കൊടുത്തിട്ട് ആ പൈസ എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോ ചാന്ദിനിയുടെ സ്മെല്ല് അതിന്റെ അകത്തുനിന്ന് വരുന്നത് പോലെ ഇവൻ ഇമാജിൻ ചെയ്യുന്നു. എന്നിട്ട് അവൻ അന്നത്തെ ദിവസം വർക്ക് കഴിഞ്ഞിട്ട് ഒരു മാർക്കറ്റിൽ ചെന്ന് ഒരു തുണിക്കടയിൽ കയറി അന്നത്തെ ദിവസം ചാന്ദിനി ധരിച്ചിരുന്ന ആ ഡ്രസ്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ അവൻ ഇങ്ങനെ നോക്കി ഓരോ ഡ്രസ്സും എടുത്ത് നോക്കി കഴിഞ്ഞ ശേഷം അതുപോലത്തെ ഒരു ഡ്രസ്സ് തന്നെ അവന്റെ കയ്യിൽ കിട്ടുന്നു. അത് വാങ്ങിച്ചോണ്ട് വന്ന് അവന്റെ വൈഫിന് അവൻ കൊടുക്കുന്നു. വൈഫാണെങ്കിൽ വെറും സാരി മാത്രമൊക്കെ ധരിച്ചോണ്ട് ചുറ്റുന്ന ഒരാളായതുകൊണ്ട് അത് കണ്ടിട്ട് ഇതെന്താ കർച്ചീപ്പ് പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് കർച്ചീപ്പല്ല, അത് ഡ്രസ്സാന്ന് ഇതിട്ടോണ്ട് വന്ന് പറയുന്നു. അവൾ ഇതൊക്കെ ഇടാൻ പറ്റിയല്ലെന്ന് പറയുന്നു. അവൻ അവളെ ഫോഴ്സ് ചെയ്ത് ആ ഡ്രസ്സ് ഇടിപ്പിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവൾ അതിട്ടോണ്ട് വന്നപ്പോൾ ഇവന്റെ കണ്ണിന്റെ മുമ്പില് ചാന്ദിനി വന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷെ വൈഫാണ് ആ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഇവൻ ചാന്ദിനിനെ പോലെ ആ പെണ്ണിനെ ഇമാജിൻ ചെയ്തിട്ട് അവളുടെ കൂടെ റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് അവന് അത് അവന്റെ വൈഫാന്ന് ഉള്ളത് മനസ്സിലാകുന്നു. അന്നേരം അവളെ പിടിച്ച് മാറ്റിയിട്ട് ഇവൻ പോയി കിടക്കുന്നു. ഇപ്പൊ നെക്സ്റ്റ് ഡേ പാൽ പാക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവൻ ചെന്നപ്പോ അവിടെ ആരുമില്ല. പക്ഷെ ബാഗ് മാത്രം ഉള്ളത് കണ്ടിട്ട് അവൻ ആ ബാഗിൽ പാല് വെച്ചിട്ട് ഇന്ന് ചാന്ദിനിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് വിഷമത്തോടെ അവൻ തിരിച്ചു പോകുന്നു. അന്ന് രാത്രി അവന് വീട്ടിൽ ചെന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ല. അന്ന് മുഴുവൻ അവൻ ചാന്ദിനിനെ കാണാത്തത് കൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നു. എന്നിട്ട് കാലത്ത് എണീറ്റ ഉടനെ വേഗം ആദ്യം ഫസ്റ്റ് വീടായിട്ട് ചാന്ദിനിയുടെ വീട്ടിലേക്ക് അവൻ ചെല്ലുന്നു. നോക്കിയപ്പോ ഇന്നത്തെ ദിവസം ബാൽക്കണിയിൽ ചാന്ദിനി ഇല്ല. എന്താന്ന് നോക്കിയപ്പോ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവൻ കാണുന്നു. പിന്നെ പാൽ പാക്കറ്റ് ഇടുന്ന ബാഗ് എടുത്ത് നോക്കിയപ്പോ ആ ബാഗിന്റെ അകത്ത് ഇന്നലെ ഇട്ട പാൽ
പാല് തന്നെ ആരും എടുക്കാതെ ഇരിക്കുന്നതും ഇവൻ കാണുന്നു. എന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഈ വീട്ടിലിരുന്ന ആ പെണ്ണ് എന്തെന്ന് ചോദിക്കുന്നു. അവരെവിടെയെങ്കിലും പോയതാണോ എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ അവനോട് എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, അവളെവിടെ തെണ്ടാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുന്നതാണ് എന്റെ പണി, അവളുടെ ഇഷ്ടത്തിന് അവള് ഓരോരുത്തന്മാരെ വിളിച്ചോണ്ട് കറങ്ങാൻ പോകും, അവളെ നോക്കിയിരിക്കുന്നതാണ് എന്റെ പണി എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ആ സ്ത്രീ ചൂടാകുന്നു. എന്നിട്ട് ഇവൻ പോകുന്ന വഴിയിലെ അവന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു. എന്ത് പറ്റി, നീ ഇന്ന് ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന, ചാന്ദിനിനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് അവന്മാരും കളിയാക്കുന്നു. ഇവൻ അതിനൊന്നും പറയാതെ ഇവൻ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ടും അവള് കൊടുത്ത ആ പൈസയില്ല 500 രൂപ എടുത്തു വെച്ച് അവളാന്നുള്ള ആ തോട്ടില് ആ നോട്ട് എടുത്ത് വെച്ച് കിസ് ചെയ്യുകയും അത് സ്മെല് ചെയ്ത് നോക്കുകയും അങ്ങനെ അവൻ അത് വെച്ചോണ്ട് അന്ന് രാത്രി അവൻ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം മോർണിംഗ് അതുപോലെ അവൻ പാൽ പാക്കറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നു. അന്നേരം ഇന്നെങ്കിലും എങ്ങനെയും ഇന്ന് ചാന്ദിനെ കാണാൻ പറ്റുവാണെങ്കിൽ എന്നൊക്കെ ഓർത്തോണ്ട് ചെന്നപ്പോ ചാന്ദിനി അവിടെ ബാൽക്കണിയിലും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ചാന്ദിനിനെ കണ്ട സന്തോഷത്തിൽ ഇവൻ നോക്കി നിന്നപ്പോ ചാന്ദിനി ഇവനെ തിരിഞ്ഞു നോക്കുന്നു. നോക്കിയപ്പോ ഇവൻ ആ മുഖം കണ്ട് ഷോക്ക് ആകുന്നു. ചാന്ദിനിയുടെ ഒരു സൈഡ് ഫേസ് മുഴുവനും ആസിഡ് ഒഴിച്ച് പൊള്ളിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവളുടെ ഫേസിന് എന്ത് പറ്റിയെന്നോ ഒന്നും ഇവൻ ചോദിച്ചില്ല. അത് കണ്ടപ്പോ തന്നെ ഇവൻ ഷോക്ക് ആയിട്ട് ആ പാൽ അവിടെ കൊടുത്തിട്ട് ഇവൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇവന്റെ ഫ്രണ്ട്സും പിന്നെ അവിടെ ഉള്ളവരുമൊക്കെ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നു. ആ മനുഷ്യന്റെ മേളിൽ തെറ്റൊന്നുമില്ല, ആ മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി ഫോറിനിൽ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. തിരിച്ചു വന്ന് ഇവളെ കാണാൻ വന്നപ്പോ ഇവളിങ്ങനെ ഓരോ ആണുങ്ങളുടെ കൂടെ നടക്കുന്നത് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചത്. അതിലെന്താ തെറ്റ്, ഇങ്ങനത്തെ പെണ്ണുങ്ങളെയൊക്കെ കൊന്നു കളയണം എന്നൊക്കെ അവര് സംസാരിക്കുന്നത് കേൾക്കുന്നു. ഇവൻ അത് കേട്ടിട്ട് ഇവന് ഭയങ്കര വിഷമമാകുന്നു. ഇവന്റെ വൈഫിനെ കുറിച്ച് ഇവൻ ചിന്തിച്ചു നോക്കുന്നു. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ വൈഫ് നമ്മളെ വിശ്വസിച്ചല്ലേ ഇരിക്കുന്നത്, നമ്മളെവിടെ പുറത്തു പോയാലും എവിടെ പോകുന്ന എന്താന്നൊന്നും അവള് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലല്ലോ. എന്നാൽ നമ്മൾ അവള് തിരിച്ച് ചീറ്റ് ചെയ്യുവല്ലേ ചെയ്യുന്നത്, അവള് നമ്മളോട് ഇങ്ങനെയല്ലല്ലോ. ഈ പെണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദിവസം നമ്മളുടെ വൈഫിനോട് ദേഷ്യപ്പെടുകയും ചാന്ദിനിയാന്നോർത്ത് അവളുടെ കൂടെ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുകയൊക്കെ ചെയ്തല്ലോ, അതൊക്കെ തെറ്റല്ലേ എന്ന് ഓർത്തിട്ട് വീട്ടിലേക്ക് ഇവൻ വരുന്നു. വന്നിട്ട് അവന്റെ വൈഫിനെ കണ്ടിട്ട് ഇവൻ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുന്നു. ഒരു സൈഡിൽ ചാന്ദിനിയുടെ ഫേസ് കണ്ട ആ ഒരു വിഷമവും ഇവൻ തെറ്റ് ചെയ്തെന്നുള്ള വിഷമവും എല്ലാം കൂടി ആയപ്പോ ഇവനെ കൊണ്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഹസ്ബൻഡ് കരയുന്നത് കണ്ടിട്ട് അവള് സമാധാനപ്പെടുത്തുന്നു. അടുത്ത ദിവസം മോർണിംഗ് അവൻ തിരിച്ചും പാൽ പാക്കറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ചാന്ദിനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ ഈ സമയം അവന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയും ആ പെണ്ണിനെ കുറിച്ച് ഇല്ല. അവൻ ആ പാൽ പാക്കറ്റിന്റെ കൂടെ ഒരു യെല്ലോ കളർ റോസുമാണ് ആ പെണ്ണിന് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫ്രണ്ട്ഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ആ യെല്ലോ കളർ റോസ് ആ പെണ്ണിന് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടിട്ട് ആ പെണ്ണും സന്തോഷത്തോടെ കൂടെ ചിരിക്കുന്നു. ഇവനും സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുന്നു. ഈ സിനിമയിലിരുന്ന് ഇവര് പറയാൻ വന്നിരിക്കുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും പെണ്ണുങ്ങൾ തന്നെ ജീവിക്കുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ആൾക്കാര്, പേപ്പറുകാര്, പിന്നെ ബസ്സിലുള്ളവര്, പിന്നെ എവിടെ ചെന്നാലും അവിടെ എല്ലാം പെണ്ണുങ്ങൾക്ക് ഈ പ്രശ്നം തന്നെയാണ്. ആ പെണ്ണ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിലും നല്ല ഡ്രസ്സ് ചെയ്യുവാനും അതുപോലെ കാണാൻ സുന്ദരിയായിട്ടും ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ആ പെണ്ണിനെ കാണുന്നവർക്കൊക്കെ ആ പെണ്ണിന്റെ ക്യാരക്ടർ കൊള്ളൂല്ലെന്നും പറഞ്ഞ് ആ പെണ്ണിനെ കുറിച്ച് ഏതെങ്കിലും അപവാദം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി.